ഹലോ വ്യൂവേഴ്സ്, അസ്സാമു അലൈക്കും. മിസ് മി അലീന. വെൽക്കം ടു മൈ ചാനൽ ഹച്ച് വേൾഡ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതായത് എൻ്റെ യൂട്യൂബ് ജേർണി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള, അതായത് ഒരു 2 ഇയർ മുമ്പേ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ അന്ന് അതിന് റിപ്ലൈ തരാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര വലിയൊരു സ്റ്റോറിയാണ്. ഫസ്റ്റത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും 10-ഉം 20-ഉം, വെറും 10-20 ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ്, ഞാനായിട്ട് റിലേഷനുള്ളവരൊക്കെ അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം, എനിക്കും തുടങ്ങിയാൽ എന്താണ്, അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാനത് മീൻസ് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു വീഡിയോ ഇടേണ്ടത് എങ്ങനെയാണ്, ഒരു സെലക്ഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊന്നും എനിക്ക് വലിയ ഒരു ഐഡിയ ഇല്ലായിരുന്നു. വലിയ ഐഡിയ എന്നല്ല, ഒട്ടും എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. അതായത് മറ്റുള്ള യൂട്യൂബ്സിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെതായ രീതിക്കും പിന്നെ എനിക്കറിയാവുന്ന കുറേ കണ്ടന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഒരു 2 and 3 ഇയർ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ലോഗിൻ ടൈമിങ്സ് എപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിലിപ്പോഴത്തെ എൻ്റെ വീഡിയോയും അന്നത്തെ എൻ്റെ വീഡിയോയും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന വേർഡ്സിലോ അല്ലെങ്കിൽ വാക്കുകളിലോ ഒന്നും ഒരു എഡിറ്റിങ്ങും ഇല്ലാതാണ് അതിൽ നമ്മൾ ഇട്ടേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാതെയൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യാതെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതാരും കണ്ടിട്ട് അതിൽ വന്നിട്ട് ബാഡ് കമന്റ്സ് ഒന്നും ഇടാൻ നിൽക്കരുത്. ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഒരു വീഡിയോ ഇടേണ്ടത്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ്സ് എന്തായിരുന്നു. ഞാൻ കൂടുതൽ അതിൽ ഹിജാബ് ട്യൂട്ടോറിയലും പിന്നെ കുറച്ച് ടൂറിസ്റ്റ് മീൻസ് ഒരു ട്രാവൽ പ്ലേസിൻ്റെയൊക്കെയാണ്, മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ട്രാവൽസ് പ്ലേസിൻ്റെയൊക്കെയാണ് ഇട്ടിരുന്നത്. അതുപോലും എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു ഓരോ വീഡിയോ കാണുമ്പോഴും ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് ഇട്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ടൂടെ, മീൻസ് ഒരു മേക്ക് പോലും ഇല്ലായിരുന്നു. ആ ഒരു രീതിക്കാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇട്ടിരുന്നത്. സൗണ്ടിനൊക്കെ നല്ല ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നൊരു ഇതായിരുന്നു. അങ്ങനെ പോലെയാണ് ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടൈമിൽ എനിക്ക് 20 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ പിന്നെ കുറേ നാളത്തേക്ക്, അപ്പോൾ എനിക്ക് യൂട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറേ നാളത്തേക്ക് പിന്നെ ഭയങ്കര മടുപ്പായി പോയി. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പായി പോയതുകൊണ്ട് ഞാൻ പിന്നെ ആ യൂട്യൂബ് ചാനൽ അങ്ങ് മാറ്റി വെച്ചിരുന്നു. വീഡിയോസ് എടുക്കാനും അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. മീൻസ് നമ്മൾ ഒരാളുടെ സഹായം ഇല്ലാതെ ഒരു ഫോൺ ഹോൾഡിംഗ് സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കേണ്ടത്. അങ്ങനെ പോലെ ഒരു എന്താ പറയുക, ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള കോമൺ സെൻസ് പോലെ എനിക്ക് ഉണ്ടായിരുന്നില്ല, സത്യം പറയാലോ. അപ്പോൾ ആ ഒരു രീതിക്ക് എടുത്ത വീഡിയോസൊക്കെ അതിൽ ഒരുപാടുണ്ട്. നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ കുട്ടി എന്താണ് അതിലൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് മെയിനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ എനിക്ക് നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ്, കാരണം ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരാഴ്ച പോലും ആയില്ല ഞാൻ ഇതൊന്നും കൂടെ റീസ്റ്റാർട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് മീൻസ് ഒരു 200 സംതിങ് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും വളരെ വളരെ താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ടൈമിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? വെറും 90 പേരായിരുന്നു. അതായത് വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കോമൺ ആയിട്ട് അന്ന്, അതായത് ഒരു 2 ഇയർ അല്ലെങ്കിൽ ഒരു 3 ഇയർ മുമ്പ് എൻ്റെ അടുത്ത് എനിക്ക് കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് ആ ഒരു വീഡിയോസൊക്കെ എനിക്ക് ഞാൻ റിമൂവ് ചെയ്തു എന്ന് തോന്നുന്നു. കാരണം അക്കൗണ്ടിലില്ല, ഞാൻ സൈഡിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് കണ്ടിരുന്നില്ല. ആ ഒരു ടൈമിലൊക്കെ എന്നോട് ചോദിച്ച കാര്യമാണ് ഈ ഹാജ് വേൾഡ്. ആദ്യമേ നമ്മുടെ നെയിം ഹാജ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ നെയിം കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഹാജ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് തന്നെ തോന്നി ക്രിയേഷൻസ് വേണ്ട എന്ന് എനിക്ക് തോന്നി. അതിക്ക് മുമ്പ് ഞാൻ എൻ്റെ പേര് ഇറ്റ്സ് മീ അലീന എന്ന് പറഞ്ഞായിരുന്നു ഞാൻ അക്കൗണ്ട് തുടങ്ങിയത്. പിന്നെ അടുത്തൊരു വെറൈറ്റി ആകാം എന്ന് പറഞ്ഞാണ് ഹാജ് എന്നുള്ള നെയിം ഞാൻ സെലക്ട് ചെയ്തിട്ടത്. അത് ഹാജ് ക്രിയേഷൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ക്രിയേഷൻസ് വേണ്ട എന്ന് തോന്നി. പിന്നെയാണ് വേൾഡ് എന്നുള്ളൊരു നെയിംസ് ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ആ നെയിം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലുള്ളത്. ഞാൻ ആ നെയിമിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല. അതിന് ചേഞ്ച് വരുത്താത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹാജ്, മിക്കവരും HAJ എന്നാണ് വായിക്കല്, അല്ലെങ്കിൽ മിക്കവരും ഹജ്ജ് എന്നാണ് വായിക്കല്. മിക്കവരും അത്യാവശ്യം കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഹാജ് എന്ന് വായിക്കല്. അപ്പോൾ കറക്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഹാജ് ആണ് കേട്ടോ, ഹാജ് വേൾഡ് എന്നാണ്.
അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ഒരു നെയിം ഇട്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് എൻ്റെ പേര് അലീന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജാഫർ, ഞങ്ങൾക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് ഹംദാൻ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ്, അതിൽ നിന്നാണ് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഹാജ്. ഇത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാജിൻ്റെ എച്ച് എന്ന് പറയുന്നത് ഹംദാൻ എന്നുള്ള നെയിമാണ്, എ എന്ന് പറയുന്നത് ഞാനാണ് അലീന, ജെ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിമാണ്. പിന്നെ വേറൊരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഈ ഹാജ് എന്നുള്ളതിനെ തന്നെ, ഹാജ് എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. അപ്പോൾ അതിന് ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ, സ്വപ്നങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് ഈ ഒരു ഹാജ് എന്നുള്ള. ഹാജത്ത് എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ്, ഹാജത്ത് എന്നുള്ള ഒരു മീൻസ് ഒരു നെയിമിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു വാക്കിൽ നിന്നാണ് ഈ ഒരു ഹാജ് എന്ന് പറയുന്ന നെയിം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയും അതിൽ ആവശ്യമുണ്ട്. വേൾഡ് മീൻസ് ഞാൻ എൻ്റെ ഇതിലെ ഒപ്പീനിയനിൽ ഞാൻ വേൾഡ് എന്നുള്ള മീൻസ് ലോകം എന്നാണ് ആക്കിയത്. അപ്പോൾ ഹാജ് വേൾഡ് ആവശ്യങ്ങളുടെ ലോകം. അതായത് നിങ്ങൾക്ക്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻ മീൻസ് നിങ്ങളുടെ സജഷൻ പ്രകാരം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും അത് നിങ്ങളുടെ ആവശ്യങ്ങളാണ്, നിങ്ങൾ എന്നോട് പറയുന്ന സജഷൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിന് ആ ഒരു നെയിം വന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നവും സോൾവ് ആയി വിചാരിക്കുന്നു. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാര്യം, അന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈമിൽ എനിക്ക് എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരുമാതിരിപ്പെട്ട കമന്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. അപ്പോൾ ഇങ്ങനെയും അതിനർത്ഥമുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിനെക്കാളും കൂടുതലായിട്ടും എന്താണ് ഫോക്കസ് ചെയ്തിരുന്നത് ഇൻസ്റ്റഗ്രാം ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ആദ്യം മുതലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുള്ള എൻ്റെ ഫോളോവേഴ്സൊക്കെ അങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇപ്പോഴും എനിക്കുണ്ട്. അപ്പം അവരിത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, അതായത് ഫസ്റ്റ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട് ആയിരുന്നു. ആ പബ്ലിക് അക്കൗണ്ട് ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു 10K എബോ ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും 7K സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനത് പബ്ലിക് ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ പരമായിട്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഫോളോവേഴ്സ് കുറഞ്ഞ് ഇപ്പോൾ 7K സംതിങ് ഉണ്ട് അങ്ങനെ നിൽക്കുന്നത്. അത് ഞാൻ പബ്ലിക് ആക്കാൻ കാര്യം, പ്രൈവറ്റ് ആക്കാൻ കാര്യം വേണമെന്നല്ല. അതായത് ഞാൻ അതിൽ വീഡിയോസ് ഇട്ടിരുന്നത് വെറുതെ ഒരു ടൈം പാസിനാണ്, ഒരു പ്രോഫിറ്റും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഇട്ടിരുന്നത്. വെറുതെ ഒരു ടൈം പാസിന് ഇട്ടിരുന്ന വീഡിയോസാണ്. പക്ഷേ ആ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ഷെയർ ചെയ്യാൻ പറ്റും, നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, റെമിക്സ് ചെയ്യാൻ എല്ലാം പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരാളുടെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഒരു റെമിക്സ് കണ്ടു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആളോട് പേഴ്സണലി പറഞ്ഞു, അവരത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാനത് പ്രൈവറ്റ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും തന്നെ എന്നെ ഫോളോ ചെയ്താൽ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അങ്ങനെയാണ് നോർമലി. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ പലവട്ടം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇൻസ്റ്റ നിർത്തിയാൽ കൊള്ളാമായിരുന്നു. കാരണം വേറെ കൊണ്ടല്ല, നമുക്കറിയത്തില്ല നമുക്ക് ചുറ്റുമുള്ള കണ്ണുകളും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നല്ല മൈൻഡിൽ സംസാരിക്കുന്നവരായിരിക്കാം. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യും അവരുടെ സംസാരത്തിൽ, അല്ലെങ്കിൽ അവരുടെ DPയിലോ, അല്ലെങ്കിൽ എന്താ പറയുക, അവർ നമ്മൾ നോക്കുമ്പോൾ അവരുടെ DP അല്ലെങ്കിൽ അവരുടെ ബയോയിൽ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റേഴ്സ് ഫുൾ അവരുടെ ഫാമിലി ഫോട്ടോസ് ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ ആയിരിക്കില്ല. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ള അക്കൗണ്ട്സിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇടുന്ന പോസ്റ്റുകളായിരിക്കാം അതെല്ലാം. നമ്മൾ അതിൽ വീണ്ടും പോകും, അവരെ തിരിച്ച് ഫോളോ ചെയ്യും, ഇതുപോലെ തന്നെ റിപ്പീറ്റ് നമ്മുടെ ഫോട്ടോസ് എടുത്ത് അവർ ഇതുപോലെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്കും ഒരു കുടുംബം ഉണ്ട് എന്നുള്ള നിലക്കും ഞാൻ അതുകൊണ്ടാണത് പ്രൈവറ്റ് ആക്കിയിട്ടത്. എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്യാനാണ്. ഞാൻ അങ്ങോട്ട് പ്രൈവറ്റ് ആക്കിയാലും അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് ആരും ഫോളോ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാത്തതെന്ന് മിക്കവാറും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്ന സമയത്ത് അതിലൊക്കെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീഡിയോ ലെങ്തി ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഞാൻ നൈറ്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വീറ്റ് ഡ്രീംസ്. ബൈ ബൈ.